സുനാമി അടിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ യേശു? പിന്നെ അതിലല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോയത്. ഓ. അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ റിസോർട്ട് പണിയാൻ വേണ്ടി വിറ്റത്. ഓഹോ. തിര അടിച്ച പിന്നെ ഇവിടെ ഒരു പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. പേടിപ്പിക്കാതെ യേശു. ഉള്ളതെല്ലാം കൂട്ടിപ്പറക്കിട്ടാ തോമസ് സാറിന്റെ ഞങ്ങൾ ഈ റിസോർട്ട് വാങ്ങിയത്. അന്ന് ഈ തിര എന്തായിട്ട് വരെ വന്നു? ഓ, അതില്ലേ ആ നിക്കണ തെങ്ങിന്റെ പൊക്കത്തൂര് അടിച്ചു. നേരെ മണ്ണൊരു തിര അടിച്ചാലേ ഈ റിസോർട്ടിന് ഒരു കഷ്ണം പോലും ബാക്കി ഉണ്ടാവില്ല. പടച്ചോനെ, കൃഷ്ണ, എന്നെ എന്റെ റിസോർട്ടിനെ കാത്തോളണേ. അങ്ങനെ എങ്ങാനും സംഭവിച്ചോണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി പോകും. അത് പറഞ്ഞപ്പോഴാണ് ഒരു സംശയം എന്നെ കുറെ ദിവസമായി ഡിസ്റ്റർബ് ചെയ്യണത്. സാറേ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമല്ല. ഐ ക്യാൻ ട്രൈ. ഈ ചോദ്യമാണോ ആദ്യം ഉണ്ടായത്, ഉത്തരമാണോ ആദ്യം ഉണ്ടായത്? ഉദാഹരണത്തിന് ഗാന്ധിജി ജനിച്ചതിന് ശേഷമാണല്ലോ ഗാന്ധിജി എന്നാ ജനിച്ചെന്നുള്ള ചോദ്യം ഉണ്ടായത്. എന്നാൽ ഈ കുട്ടി വേണോ വേണ്ടേന്ന് ഗാന്ധിയുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഗാന്ധിജി എന്ന് ഉത്തരം ഉണ്ടായത്. അപ്പൊ ഏതാ ചോദ്യം, ഏതാ ഉത്തരം? ഇവനിന്ന് ഞങ്ങളെ കാത്തോളണേ. Can you tell me?